നമസ്കാരം, ഞാൻ പ്രയാഗ്, മൈൻഡ് പവർ ട്രെയിനറാണ്. ബിസിനസ്സിലും അതുപോലെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അടുത്ത ലെവലിലേക്ക് പോകാൻ മനസ്സിൻ്റെ ശേഷിയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതുമായിട്ട് ബന്ധപ്പെടുത്തി 7 ദിവസത്തെ ഒരു മൈൻഡ് പവർ ട്രെയിനിങ് മാസ്റ്റർ ലൈൻ സംഘടിപ്പിക്കുന്നു. മാസ്റ്റർ ലൈൻ്റെ ആപ്ലിക്കേഷൻ വഴി, മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് കോഴ്സ് നടത്തുന്നത്. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ മാസ്റ്റർ ലൈൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോണിലേക്ക് മാസ്റ്റർ ലൈൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ലഭിക്കും. നമ്മുടെ മനസ്സിൻ്റെ ശേഷി എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്താൻ പോകുന്നത്? 7 ദിവസങ്ങളിലായി വിവിധ പാർട്ടുകളായിട്ടാണ് ട്രെയിനിങ് ഓൺലൈനിലൂടെ നടത്തുന്നത്. എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ ലഭിക്കുന്നതെന്ന് നോക്കാം. മൈൻഡ് റൈഡർ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. മനസ്സിനെ റൈഡ് ചെയ്യുക, മനസ്സിനെ റൈഡ് ചെയ്ത് മനസ്സിൻ്റെ ശക്തികൾ ഉപയോഗിച്ച് മുന്നേറുക എന്നുള്ളതാണ് മൈൻഡ് റൈഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ വരുന്നത് മനസ്സിൻ്റെ പവറാണ്. നമ്മൾ ബോധമനസ്സിനെ തിരിച്ചറിയണം. ബോധമനസ്സിൻ്റെ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഉപബോധമനസ്സിൻ്റെ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കണം, ബോധമനസ്സിനെ ഒന്നിപ്പിച്ച് എങ്ങനെ പ്രവർത്തിപ്പിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഉപബോധ മനസ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പവറുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മൈൻഡ് പവറിലൂടെ സാധിക്കും. അടുത്ത ടോപ്പിക്ക് വിശ്വാസം, ബിലീഫ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മുടെ റിസൾട്ട് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിൽ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് നിങ്ങളുടെ റിസൾട്ട് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പം നിങ്ങളിതേ ഒരേ രീതിയിലുള്ള പ്രവർത്തനത്തിൽ വിശ്വാസം വർദ്ധിപ്പിച്ച റിസൾട്ട് കൂടുതൽ കിട്ടും. വിശ്വാസം നെഗറ്റീവ് ആണെങ്കിൽ റിസൾട്ട് കുറവായിരിക്കും. അതെങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം മാറ്റേണ്ടത്, എങ്ങനെ നിങ്ങളുടെ വിശ്വാസങ്ങളെ തിരിച്ചറിയാം, എങ്ങനെ വിശ്വാസത്തോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തോടൊപ്പം പോസിറ്റീവ് വിശ്വാസത്തെ അലൈൻ ചെയ്ത് സക്സസ്സിലേക്ക് എത്താമെന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ, ഈ ബിലീഫ് എന്ന ഈ ടോപ്പിക്കിൽ, വിശ്വാസം എന്ന ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ മുമ്പോട്ട് പോകുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ ഈ വിശ്വാസത്തെക്കുറിച്ച്, മനസ്സും വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ബന്ധം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഇമോഷണൽ മാനേജ്മെൻറ്റാണ്. ഇമോഷണൽ മാനേജ്മെൻറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അതിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് നെഗറ്റിവിറ്റി വരുന്നത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് ഇമോഷനുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോയാൽ നമ്മൾ സക്സസ്സിലേക്ക് എത്തില്ലെന്ന് നമുക്കറിയാം. നെഗറ്റീവ് ഇമോഷനായ ദേഷ്യം, അതുപോലെയുള്ള വൈരാഗ്യം, ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് പുറകോട്ട് പോകും. ഏത് ഇമോഷൻസ് കൂടുതൽ കൊടുക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ആകർഷിക്കാനുള്ള ശക്തി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിന് എന്തും ആകർഷിക്കാനും നിങ്ങൾക്ക് വേണ്ടത് എന്തും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പറഞ്ഞ മൈൻഡ് പവറിൻ്റെ ടോപ്പിക്കിൽ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. സബ് കോൺഷ്യസ് മൈൻഡ് ഏത് രീതിയിൽ പ്രവർത്തിപ്പിക്കണം, ഏത് രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളിലേക്ക് മാറ്റം വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യം പറഞ്ഞ ബിലീഫ്, രണ്ടാമത്തെ ഇമോഷനും നിങ്ങളുടെ മനസ്സുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ ആ ഒരു ടോപ്പിക്കോട് കൂടി നിങ്ങളുടെ ലൈഫ് എൻ്റെ അങ്ങ് മാറും. കാരണം ഈ ഒരു പ്രശ്നം നിങ്ങൾ വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് മാറ്റി നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ബിസിനസ് ലൈഫും പ്രൊഫഷനൊക്കെ മാറ്റി അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. അടുത്തത് വെൽത്താണ്. പലപ്പോഴും നെഗറ്റീവ് മൈൻഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, നെഗറ്റീവ് പണവുമായിട്ട് ബന്ധപ്പെട്ട് നെഗറ്റീവ് മൈൻഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പണം നമ്മളിലേക്ക് വരില്ല. മൈൻഡ് പവറിൻ്റെ കൺസെപ്റ്റിലെല്ലാം എനർജിയായിട്ട് കണക്റ്റഡ് ആണ്. പണം ഒരു എനർജിയാണ്. നിങ്ങളുടെ സക്സസ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ എനർജിയാണ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിന് അതുപോലെ എനർജി പവറിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ പണം അങ്ങനെയാണ്, പണം ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, 1 ലക്ഷമാണോ 10 ലക്ഷമാണോ 1 കോടിയാണോ, ആ ലെവലിലേക്ക് നിങ്ങളുടെ മനസ്സിനെ എത്തിക്കാൻ സാധിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾ ചെറിയൊരു മൈൻഡ് വെച്ചിട്ട് നിങ്ങളൊരു 100 രൂപയുടെ മൈൻഡാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഒരു 1000 രൂപയുടെ മൈൻഡാണ് ഉള്ളത്. പക്ഷെ നിങ്ങൾ 1 ലക്ഷം രൂപ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കിട്ടണമെന്നില്ല. കാരണം എന്താണ്, നിങ്ങളുടെ മനസ്സും ആ ഒരു തലത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് അതുമായിട്ട് പ്രവർത്തിച്ച് നിങ്ങൾക്ക് മുന്നേറാനായിട്ട് പറ്റും. ആ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി വെൽത്ത്, പണം നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ബിസിനസ് ലൈഫും പ്രൊഫഷണലിലൊക്കെ മുന്നേറാനും നെഗറ്റീവ് സിറ്റുവേഷനൊക്കെ അവോയ്ഡ് ചെയ്ത് ശക്തമായിട്ട് നമുക്ക് വിജയത്തിലെത്താൻ പണം നമുക്ക് ആവശ്യമാണ്. അതിന് നിങ്ങളെ ഈ ടോപ്പിക്ക് ഹെൽപ്പ് ചെയ്യും. അടുത്തത് മൈൻഡ് റീപ്രോഗ്രാമിങ്. ഇപ്പം നിലവിലുള്ള നമ്മുടെ ചിന്താരീതി, വിശ്വാസം, ഇമോഷൻസ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പം നിലവിൽ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യണം. അതായത് നിലവിലെ പഴയ മനസ്സ് മാറ്റി പുതിയ മനസ്സ് നമ്മൾ കൊടുക്കണം. എന്ത് കാര്യം തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന മനസ്സത് ഏറ്റെടുക്കും. മനസ്സത് ഏറ്റെടുത്തൊരു ഓട്ടോമേറ്റഡ് പ്രോസസ്സ് പോലെ ആക്കും. അപ്പോൾ അതുപോലെ പല നെഗറ്റിവിറ്റികളും നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ കിടപ്പുണ്ട്.
അതിനെ മാറ്റി പോസിറ്റീവാക്കി പുതിയൊരു ബ്ലൂ പ്രിൻ്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ മനസ്സതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എഫർട്ട് തന്നെ ഇപ്പോൾ ഉള്ളൂ, പക്ഷെ നിങ്ങൾ റിസൾട്ട് കൂടുതലായിരിക്കും. മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൽ മെഡിറ്റേഷൻ, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൈൻഡ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അഫർമേഷന് നമുക്ക് മനസ്സിലെ നെഗറ്റീവ് തോട്ട്സ് മാറ്റി പോസിറ്റീവ് ആക്കാനും, വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ഇമേജസ്, നെഗറ്റീവ് ബ്ലൂ പ്രിൻ്റ് മാറ്റി പോസിറ്റീവ് ആക്കാനും, മെഡിറ്റേഷൻ നമ്മുടെ ക്ലാരിറ്റി, മനസ്സിൻ്റെ ക്ലാരിറ്റി വർദ്ധിപ്പിക്കാനും, അതുപോലെ നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ബോധ്യത വർദ്ധിപ്പിക്കാനും, അതുപോലെ ഫോക്കസ്, ക്ലാരിറ്റി, നമുക്ക് ശക്തമായിട്ട് മുന്നേറാനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് മെഡിറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് ആഡ് ചെയ്യുന്നുണ്ട്, വിഷ്വലൈസേഷൻ ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്. തികച്ചും സയൻറ്റിഫിക് ആയിട്ടുള്ള മെഡിറ്റേഷനാണ് നമ്മൾ മൈൻഡ് പവറിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കോഴ്സിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്കത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് മെഡിറ്റേഷനിലേക്ക് എത്തിച്ചേരാനും നിങ്ങൾക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിൽ വരുന്നത്. നമ്മൾ ഒരു നിമിഷം പോലും ഇനി വൈകിക്കൂടാ നമ്മുടെ മനസ്സിനെ തിരിച്ചറിയാൻ. നമ്മുടെ മനസ്സിനെ തിരിച്ചറിഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നമ്മളിൽ തന്നെയുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ ശേഷി തിരിച്ചറിയേണ്ടത് നമ്മളാണ്. പ്രശ്നത്തെ ഓരോ ദിവസവും ചെല്ലുന്തോറും അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ഓരോ ദിവസം ചെല്ലുന്തോറും ആ പ്രശ്നം വലുതായിക്കൊണ്ടിരിക്കും, അതിൻ്റെ വ്യാപ്തി വലുതായിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. പ്രശ്നങ്ങളെ അവസാനിപ്പിച്ച് നിങ്ങളുടെ ബിസിനസ്, പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് എത്താനും, ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനും, അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനായിട്ട് മാസ്റ്റർ ലൈൻ സംഘടിപ്പിക്കുന്ന 7 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു.